ആലപ്പുഴ ചേർത്തലയിൽ ദേശീയപാതയിൽ ഉണ്ടായ ഗർത്തം താൽക്കാലികമായി മൂടി. NHA ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. വിവിധ വകുപ്പുകളോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ചേർത്തല 11-ാം മൈലിൽ സെന്റ് മൈക്കിൾസ് കോളേജിന് എതിർവശത്തായിട്ട് ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ദേശീയപാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. നാട്ടുകാർ തന്നെ വേഗത്തിൽ ഇടപെടുകയും വിവരം ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഇതേപോലെ കോൺക്രീറ്റ് ഇട്ട് ആ ഗർത്തം മൂടി. പക്ഷേ അപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പലയിടങ്ങളിലും ഈ ഉയരപ്പാത പൊക്കിയിരിക്കുന്നത് പൂഴിമണൽ ഉപയോഗിച്ചാണ്. അതിൻ്റെ ഒരു ബലം എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ആശങ്ക ബലപ്പെടുത്തുന്നതാണ് ഇന്നലെ ഉണ്ടായ ഗർത്തം. സീറ്റ് കൊട്ടാരം അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ പോകുമ്പോൾ ആൾക്കാർക്ക് കാണാം താഴേക്ക് മണ്ണ് ഇങ്ങനെ മൂടിക്കിടക്കും. ഇതിൻ്റെ ഇടയിലൂടെ നല്ല മഴ പെയ്യുമ്പോൾ മണ്ണ് താഴേക്ക് ഊർന്നിറങ്ങുകയാണ്. ഈ റോഡിൽ നിന്ന് മണ്ണ് ഊർന്നു പോയാലുള്ള അവസ്ഥ എന്താ? റോഡ് സ്വാഭാവികമായിട്ടും താഴേക്ക് പോകും. വലിയ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ. 10,000-കണക്കിന് വാഹനങ്ങളല്ല ഇനി ദേശീയപാത തുറന്നുകൂടെ ഇതിൽ പോകാൻ പറ്റുന്നത്. കണ്ടെയ്നർ അടക്കം ഉണ്ടാവും. എന്ത് ജീവൻ, എന്ത് വില, അല്ലെങ്കിൽ എന്ത് ഉറപ്പ് നമുക്ക്? ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഉപയോഗശൂന്യമായ ഒരു പൈപ്പ് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പൈപ്പിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്ഥാനമാറ്റമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാകാം ഇത്തരത്തിൽ ഗർത്തം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. 5.5 മീറ്റർ താഴെയാണ് ഈ പൈപ്പ് കിടക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് പൊട്ടിയ സമയത്ത് നല്ലൊരു ഫോഴ്സിലായിരിക്കും വെള്ളം പോയിട്ടുണ്ടാവുക. സർവീസ് റോഡിലാണ് വെള്ളം വന്ന് ചാടിയത്. ആ സമയത്ത് ഒരുപക്ഷെ ഇവിടെ നല്ലൊരു കാവിറ്റി ആ പൈപ്പിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഇപ്പം 38-ാമത്തെ ദിവസമാണ് ആ പൈപ്പ് പൊട്ടിയതിന് ശേഷം ഇത്രയും ഗ്രാജുവലി അത് കോമ്പാക്റ്റായി ടോപ്പ് സർഫസിലേക്ക് ആ ഒരു ക്യാവിറ്റി ഫോം ചെയ്ത് എത്തിയെന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി എന്താണ് ഉണ്ടായതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും ജനങ്ങളുടെ ജീവന് തന്നെയാണ് പ്രഥമ പരിഗണനയെന്നും അവർ പറഞ്ഞു. ഇതിപ്പോൾ ഏതായാലും ഒരു ടെമ്പററി മെഷറാണ്. ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ആദ്യം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകും. പാത ഉയർത്താനായി ഇതേപോലത്തെ കായലിലെ മണൽ ഉപയോഗിക്കുന്നത് ഭാവിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആദ്യം മുതൽ തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരുമൊക്കെ ആശങ്ക ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാകട്ടെ കരാറുകാരാകട്ടെ അതിന് പുല്ലുവിലയാണ് നൽകിയത്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.